മലയിടം തുരുത്ത് ഉന്നതി കുടിയൊഴിപ്പിക്കലിനെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ്. മലയിടം തുരുത്ത് ഉന്നതി നിവാസികളെ കണ്ട് മുൻ മന്ത്രി ആർ ബിന്ദു സംസാരിച്ചു. സാധാരണക്കാരുടെ പ്രശ്നത്തിനാണ് ആദ്യം പരിഗണന നൽകേണ്ടത് എന്നും മറിച്ച് പൂക്കി മന്ത്രിയായിട്ട് കാര്യമില്ലെന്നും മുൻ മന്ത്രി വിമർശിച്ചു. സിപിഎം എപ്പോഴും ഉന്നതിയിലെ നിവാസികൾക്കൊപ്പം ഉണ്ടാകും. ഭരണമോ സർക്കാരോ അല്ല, ജനങ്ങളാണ് പ്രധാന ഘടകമെന്നും ആർ ബിന്ദു പറഞ്ഞു. ഈ കേരള സംസ്ഥാനത്തിന്റെ വർഗ സമവാക്യങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടിക്ക് ആദ്യത്തെ മുന്നുപാധി ഭൂമിയിലുള്ള അവകാശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്നവന് ആ മണ്ണിനുള്ള അവകാശം ചാർത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഹൃദയസ്ഥതയോടെ നിർവഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ മണ്ണിലുള്ള കാലത്തോളം ഇത്തരം തരനായാട്ടുകൾ അനുവദിക്കാനോ ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാനോ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് സംശയരഹിതമായി പ്രഖ്യാപിക്കുകയാണ്. മലയിടം തുരുത്തിൽ നിന്ന് മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഫീഖ്, ഇപ്പോൾ പ്രദേശവാസികളുമായി സംസാരിച്ച് ഒരു അനുനയ പാത സ്വീകരിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതിനായി റോജി എം ജോണിനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ സമരസമിതിയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി മുതിർന്ന നേതാക്കളാണോ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്? ദിവ്യ, സമരം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമരപന്തലില് ഇന്ന് സിപിഎമ്മിന്റെ വനിതാ സംഘടനയായ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സമരസമിതി നേതാക്കൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ഈ വിഷയം പൂർണ്ണമായും പരിഹരിക്കുക എന്നുള്ളതാണ് സമരസമിതിയുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ 8 ദളിത് കുടുംബങ്ങളുടെയും ആവശ്യം. തങ്ങൾക്ക് ഈ സ്ഥലത്തിന് താമസിക്കാനുള്ള സൗകര്യം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യമുള്ളത്. ഈ സ്ഥലം തങ്ങളുടേത് തന്നെയാണ്. ഇതൊരിക്കലും കേസ് കൊടുത്ത ആ സ്വകാര്യ വ്യക്തിയുടേതല്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടന്ന ചില നിയമ നടപടികളിൽ ചില പിഴവുകൾ സംഭവിച്ചതോടുകൂടിയാണ് തങ്ങളിൽ നിന്ന് ഈ കേസ്, ഈ ഭൂമി അന്യാധീനപ്പെടുന്ന അവസ്ഥ. പറവൂർ കോടതിയിൽ ആദ്യം കേസ് വന്നപ്പോൾ തങ്ങൾക്ക് അനുകൂലമായി വിധിച്ചിരുന്നതാണ്. 120 വർഷമായി തങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന് മറ്റവകാശികൾ ഇല്ല എന്നുകൂടി ഇവിടെയുള്ള താമസക്കാർ പറയുന്നുണ്ട്. ഈ 8 കുടുംബങ്ങളും പറയുന്നുണ്ട്. അതേസമയം സർക്കാരിൻ്റെ ഇപ്പോഴുള്ള ശ്രമം നാളേക്കുള്ളിൽ ഈ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നുള്ള പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൽ സമയം നീട്ടി വാങ്ങാനും സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് മന്ത്രി റോജി എം ജോണിനെയും അതുപോലെ തന്നെ സ്ഥലം MLAയെയും നിയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ചർച്ചകൾ നടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതേസമയം സമയം നീട്ടി നൽകണമെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ലഭിക്കണം. നിലവിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിക്ക് ഈ പറയുന്ന ഒഴിപ്പിക്കൽ നീട്ടിവെക്കാനുള്ള സമയം നീട്ടി നൽകാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വളരെ പെട്ടെന്ന് സമയം നീട്ടി നൽകാനോ പോലീസിനോടും കൂടി വരണ്ടെന്നോ പറയാൻ കോടതിക്കോ അല്ലെങ്കിൽ അധികൃതർക്കോ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സമരം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെയും ഇവിടെ CPMന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടക്കും. നിലവിൽ കോടതിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ വളരെ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അഡ്വക്കേറ്റ് കമ്മീഷനെ നാളെ വരുമ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന സുരക്ഷ ഒരുക്കുക എന്നുള്ള പോലീസിന്റെ ഉത്തരവാദിത്തം മറ്റേ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നാളെയും സമരം തുടരാനാണ് തീരുമാനം. ഇവരുടെ പ്രശ്നം, ഈ 8 കുടുംബങ്ങളുടെയും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നത് വരെ സമരം തുടരുക. ഈ 8 കുടുംബങ്ങൾക്കും ഈ സ്ഥലത്ത് താമസിക്കാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സമരസഹായ സമിതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് സമരസമിതി ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നത്. സമരസമിതിയിലെ 3 പേരാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. ഇവർ ഇതോടൊപ്പം തന്നെ DGPക്ക് പോലീസ് നടപടിയെ കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിനും ചില നിസ്സഹായാവസ്ഥയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൽ സുപ്രീം കോടതി തന്നെയാണ് 2 ദിവസത്തിനുള്ളിൽ കുടുംബങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഇടപെടൽ. പക്ഷേ അവിടെ നിന്ന് തങ്ങളെ കുടിയിരുപ്പിക്കാൻ സാധിക്കില്ല, അതിന് തങ്ങൾ ഒരുക്കമല്ല എന്ന നിലപാടിലാണ് 8 കുടുംബങ്ങളുമുള്ളത്. CPMന്റെ നേതൃത്വത്തിലാണ് അവിടെ സമരം ഇപ്പോൾ തുടർന്നു വരുന്നത്. സമരസമിതി നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്.